നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. നമുക്കറിയാം ആരൊക്കെ തമ്മിലാണ് പോരാട്ടം. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ പോരാട്ടം നടത്തുന്നു. ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്നു. വലിയ രീതിയിലുള്ള പോരാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിൽ ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ച് ഉത്തര കൊറിയ. യുദ്ധത്തിൽ യാതൊരു റോളുമില്ല എങ്കിൽ പോലും ക്രൂയിസ് മിസൈൽ പരീക്ഷിക്കുകയാണ് ഉത്തര കൊറിയ. പുതിയതായി നിർമ്മിച്ച ചോഹ്യോൺ യുദ്ധക്കപ്പലിൽ നിന്നാണ് ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നാണ് പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. 5000 ടൺ ഭാരമുള്ളതാണ് പുതിയ യുദ്ധക്കപ്പൽ. ഈ മിസൈലുകൾ വിക്ഷേപിച്ചിരിക്കുന്നത് കടലിൽ നിന്ന് കരയിലേക്കാണ്. മധ്യപൂർവേഷ്യയിലെ സംഘർഷം വലിയ രീതിയിൽ കടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യമൊക്കെ ഓരോ ദിവസം പോകുന്തോറും അതിരൂക്ഷമാകുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ പരീക്ഷണം ഉത്തര കൊറിയ നടത്തിയിരിക്കുന്നത്. ഉത്തര കൊറിയൻ നാവികസേനയെ ആധുനികവൽക്കരിക്കുന്നതിനോടനുബന്ധിച്ചാണ് പുതിയ പരീക്ഷണം. ഇത്തരത്തിലൊരു വിശദീകരണമാണ് കിം ജോങ് ഉൻ നൽകിയിരിക്കുന്നത്. ഈ പരീക്ഷണം നടത്തിയത് എന്തിനാണ് എന്ന് കിം ജോങ് ഉൻ വിവരിക്കുന്നുണ്ട്. നാവികസേനയെ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു പരീക്ഷണം ഇപ്പോൾ നടത്തിയത് എന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. കിമ്മിന്റെ പാർട്ടിയുടെ 9ാം കോൺഗ്രസിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ച പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായാണ് ഈ സുപ്രധാന പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഈ പദ്ധതി കാലയളവിൽ വർഷാവർഷം 2 യുദ്ധക്കപ്പലുകൾ വീതം നിർമ്മിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കിം ഉത്തര കൊറിയൻ നാവികസേനാംഗങ്ങളെ സന്ദർശിക്കുന്നതിന്റെയും സല്യൂട്ട് ചെയ്യുന്നതിന്റെയും പരീക്ഷണം പൂർത്തിയാക്കിയതിന്റെയും ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പുറത്തുവന്നു. റഷ്യൻ സഹായത്തോടെയാകാം ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതെന്നാണ് ദക്ഷിണ കൊറിയ ആരോപിക്കുന്നത്. എന്തായാലും ഒരു മുന്നൊരുക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിലയിരുത്താവുന്നതാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ ട്രംപ്, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ട്രംപ് ഓരോ രാജ്യങ്ങളിൽ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത ലക്ഷ്യം ക്യൂബയാണെന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ട്രംപ് വലിയ രീതിയിലുള്ള ഒരു അസമാധാനം രാജ്യങ്ങൾക്ക് മേൽ വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മുന്നൊരുക്കം എന്നോണമായിരിക്കാം ഉത്തര കൊറിയ ഇത്തരത്തിൽ ആയുധപ്പുര സജ്ജമാക്കുന്നത് എന്ന വിലയിരുത്തലുകളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. രാജ്യത്തലവൻ കിം ജോങ് ഉൻ 5000 ടൺ ഭാരമുള്ള നേവൽ ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ സന്ദർശിച്ച് മിസൈൽ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ചു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നടന്ന 2 ദിവസത്തെ യാത്രയിൽ ഉത്തര കൊറിയ നിർമ്മിക്കുന്ന 5000 ടൺ ഭാരമുള്ള ചോഹ്യോൺ ക്ലാസ് ഡിസ്ട്രോയറുകളിലെ ആദ്യ യുദ്ധക്കപ്പലായ ചോഹ്യോൺ കിം സന്ദർശിച്ചു. ഇതൊക്കെ എന്തിന്റെയെങ്കിലും സൂചനയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും നിലവിൽ ഉയരുന്നുണ്ട്. ഉത്തര കൊറിയൻ നാവികസേനയ്ക്ക് ശക്തമായ ആക്രമണ ശേഷിയുണ്ടെന്ന് കിം ജോങ് ഉൻ പറഞ്ഞതായി സംസ്ഥാന മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പസഫിക് സമുദ്രത്തിൽ രാജ്യത്തിന്റെ നാവിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി സേനയുടെ കപ്പൽ പടയെ നവീകരിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. യുഎസും സഖ്യകക്ഷികളും പ്രകോപനം തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ പഞ്ചവത്സര പദ്ധതി കാലയളവിൽ എല്ലാ വർഷവും 2 ഉപരിതല യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുമെന്ന 9ാം കോൺഗ്രസിൽ തീരുമാനിച്ച പുതിയ ദേശീയ തന്ത്രം, അതിനെക്കുറിച്ചും കിം പരാമർശിച്ചിട്ടുണ്ട്. കപ്പലിൽ നിന്ന് വിക്ഷേപിച്ച സ്ട്രാറ്റജിക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണം വിക്ഷേപണത്തിനും അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. കപ്പൽശാലയിൽ ആസൂത്രണം ചെയ്യുന്ന അതേ ക്ലാസ്സിലുള്ള 3ാമത്തെ യുദ്ധക്കപ്പലിനെ കുറിച്ചും കിം ചർച്ച ചെയ്തു. അതേസമയം ചോഹ്യോൺ ക്ലാസ് ഡിസ്ട്രോയറുകളുടെ 2ാമത്തെ യുദ്ധക്കപ്പലെ വിക്ഷേപണം 2025 മെയ് മാസത്തിൽ പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായി. യുദ്ധക്കപ്പൽ അറ്റകുറ്റപ്പണി നടത്തി ജൂണിൽ വീണ്ടും വിക്ഷേപിച്ചുവെന്നും KCNA അറിയിച്ചിരുന്നു. നാവികസേനയുടെ ആണവായുധ വികസനത്തിലെ പുരോഗതിയിൽ താൻ സംതൃപ്തനാണ് എന്നാണ് കിം ഒരിക്കൽ പറഞ്ഞത്. എന്തായാലും ഉത്തര കൊറിയയുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് ലോകത്തിന് കിട്ടുന്ന അറിവുകൾ അത് വളരെ പരിമിതമാണ്. നമുക്കറിയാം, ഏവരും വളരെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. അവിടുത്തെ ഭരണാധികാരി, അദ്ദേഹം വളരെ കർക്കശനായ ഒരു ഭരണാധികാരിയാണ്, സ്വേച്ഛാധിപതിയാണ്. അദ്ദേഹത്തിന്റെ കർശന നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ മറികടന്ന് രാജ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ അധികം പുറം ലോകത്തേക്ക് എത്താറില്ല. പ്രത്യേകിച്ച് കിം ജോങ് ഉന്നിന്റെ സ്വകാര്യ ജീവിതം, കുടുംബം എന്നിവ മാധ്യമങ്ങൾക്ക് എത്തിപ്പെടാവുന്നതിനും അപ്പുറം രഹസ്യമാണ്. പക്ഷേ ഈ പതിവ് അല്പം മാറി കിം ജോങ് ഉന്നിന്റെ മകൾ ഉത്തര കൊറിയയുടെ ഭാവി ഭരണാധികാരിയാകാൻ തയ്യാറെടുക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ ഈ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. കൗമാരക്കാരിയാണ് മകൾ കിം ജു എയ്. എന്തായാലും അടുത്ത ഭരണാധികാരിയായിട്ട് മകളെ മാറ്റും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ ഇടയ്ക്ക് കിം ജു എയ് രാജ്യത്തെ ചില ഉന്നത പരിപാടികളിൽ പിതാവിനൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് പിന്തുടർച്ച സംബന്ധിച്ച ചർച്ചകളുടെ ആഴം വർദ്ധിപ്പിക്കുകയായിരുന്നു. 2022 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സൈനിക ചടങ്ങിലാണ് കിം ജു ആദ്യമായി പിതാവിനൊപ്പം ഔദ്യോഗികമായ ഒരു വേദിയിലെത്തിയത്. കിം ജോങ് ഉന്നിന്റെ കുടുംബത്തെക്കുറിച്ച് പുറം
ലോകത്തിന് കിട്ടുന്ന അപൂർവ വിവരങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇപ്പോൾ കിം ജോങ് മകളെ അവകാശിയായി തിരഞ്ഞെടുത്തു എന്ന വാർത്തകൾ ചില ചാര ഏജൻസികൾ അടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ കിം ജൂവിന്റെ പ്രായം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പോലും ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. കിമ്മിന് എത്ര മക്കളുണ്ടെന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. എങ്കിലും പല കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 3 മക്കളിൽ രണ്ടാമത്തെയാളാണ് കിം ജൂ എയ്. പിതാവിനൊപ്പമുള്ള പൊതുപരിപാടികളുടെ അടുത്ത കാലത്താണ് ശ്രദ്ധ നേടുന്നതെങ്കിലും കിം ജൂവിനെ കുറിച്ച് ആദ്യമായ ഒരു പരാമർശം ഉണ്ടാകുന്നത് 2013-ലാണ്. അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരമായ ഡെന്നിസ് റോഡ്മാൻ ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ നടത്തിയ വിവാദ സന്ദർശനം. അന്ന് ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ കിമ്മിന്റെ മകളായ ജൂ എയെ എടുത്തെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയോട് സംസാരിച്ചുവെന്നും ഡെന്നിസ് വെളിപ്പെടുത്തി. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ആ മകളെ കുറിച്ചുള്ള ഒരു വിവരം പുറം ലോകം അറിയുന്നത്. എന്തായാലും ഉത്തര കൊറിയൻ ഭരണം കിം ജൂ എയുടെ കൈകളിലേക്ക് പോവുകയാണോ എന്നൊരു ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ഉത്തര കൊറിയയുടെ വനിതാ ഭരണാധികാരിയായി ആകാൻ ഒരുങ്ങുകയാണോ കിം ജോങ് ഉന്നിന്റെ മകൾ? കിം ജൂ എയുടെ പ്രായം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും അറിയില്ല. 2022-ലാണ് കിം ജൂ എ പിതാവിനൊപ്പം ആദ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. കിം ജോങ് ഉന്നിന്റെ 3 മക്കളിൽ രണ്ടാമത്തെയാളാണ് കിം ജൂ എ. 2022-ൽ പിതാവിനൊപ്പം ഷി ജിൻപിങ്ങിലെ സൈനിക പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ ഒരു സ്ത്രീ അധികാരത്തിൽ വന്നാലും ജനങ്ങളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല. 2022-ൽ മിസൈൽ പരീക്ഷണത്തിന് ശേഷം അതേ വർഷം സെപ്റ്റംബറിൽ കിം ജു പിതാവിനൊപ്പം ഷി ജിൻപിങ്ങിന്റെ സൈനിക പരേഡിൽ പങ്കെടുക്കാൻ ബെയ്ജിംഗിലേക്ക് ട്രെയിൻ യാത്ര നടത്തിയിരുന്നു. കിം ജുവിന്റെ ആദ്യ വിദേശയാത്രയായിരുന്നു അത്. കിം ജുവിന്റെ വിദ്യാഭ്യാസം, ജീവിതശൈലി, നിലപാട് എങ്ങനെയാണ്? പിതാവിനെ പോലെ തന്നെ ആയിരിക്കുമോ ഇപ്പോൾ അധികാരത്തിൽ വന്നാൽ അതേ നിലപാടുകളായിരിക്കുമോ തുടരുക? അതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയുമില്ല. എങ്കിലും ഉത്തര കൊറിയയിൽ കിം ജുവിന്റെ സമപ്രായക്കാർക്ക് മുടിനീട്ടി വളർത്തുന്നതിന് വിലക്കുണ്ടെങ്കിൽ വരുംകാല ഭരണാധികാരിക്ക് ആ നിയമം ബാധകമല്ല. ഫോട്ടോഗ്രാഫുകളിലെല്ലാം നീളമുള്ള മുടിയോടെയാണ് കിം ജുവിനെ കാണാൻ സാധിക്കുന്നത്. തന്റെ രാജ്യത്തുള്ള ഭൂരിഭാഗം ജനങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലുമാവാത്ത ഡിസൈനർ വസ്ത്രങ്ങളാണ് കിം ജു ധരിക്കാറുള്ളത്. എന്തായാലും താൻ ഭരണത്തിൽ നിന്ന് ഒഴിയുന്നു, മകളെ ഭരണാധികാരിയാക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും കാഴ്ചയിൽ ആരോഗ്യവാനായി തന്നെ തുടരുകയാണ് കിം ജോങ് ഉൻ. എന്തുകൊണ്ടാണ് മകളെ പിന്തുടർച്ച അവകാശിയായി തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ വരാനുള്ള കാരണം എന്താണ്? ആ കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. തീരുമാനം നടപ്പിലാവുകയാണെങ്കിൽ 1948 മുതൽ ഇങ്ങോട്ടുള്ള ഉത്തര കൊറിയയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാകും കിം ജൂ എ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.